നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത് കലക്ട്രേറ്റിൽ കയറിയ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പകരം വാഴയാണെങ്കിൽ കേരളത്തിൽ ഇതിലും ഗുണകരമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സോയ ജോസഫ്. പോലീസിന്റെ സുരക്ഷാ വീഴ്ചയിൽ പാലക്കാട് കലക്ട്രേറ്റിനകത്ത് കയറി യുവമോർച്ച പ്രതിഷേധം. സമരക്കാർ കലക്ട്രേറ്റിൽ കയറിയ വിവരം പോലീസ് അറിഞ്ഞത് മുദ്രാവാക്യം വിളികൾ ഉയർന്നപ്പോൾ. ഒറ്റപ്പാലം പാലപ്പുറത്ത് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിനിടെ കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചത് തിരുവില്ലാമല ഒറ്റപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ തിരുവില്ലാമല നടുവത്തപ്പാറ സ്വദേശി ജയേഷ്. നന്ദിക്കരയിൽ ദേശീയപാത മുറിച്ചു കിടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് +2 വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. പാഴിയലക്കിടിയിൽ സ്വകാര്യ സ്കൂൾ ബസ് ഇടിച്ച് പെയിന്റിംഗ് തൊഴിലാളിയായ ബൈക്ക് യാത്രികൻ മരിച്ചു. ജൂലൈ 8 സ്വകാര്യ ബസ് പണിമുടക്ക്. സംസ്ഥാന സർക്കാർ നിഷേധാത്മക നിലപാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംയുക്ത സമരസമിതി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ടു പോകാനാകില്ലെന്നും സമരസമിതി ഭാരവാഹികൾ. രാജ്യസുരക്ഷാ മൂലം കണക്കിലെടുക്കാതെയാണ് നവ ആശയവിനിമയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. പാലക്കാട് മൊബൈൽ ടവർ ജീവനക്കാരുടെ പ്രതിഷേധ സംഗമം. BSNL നവീകരണം അട്ടിമറിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയെന്നും M. ഹംസ. വാർത്തകൾ വിശദമായി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ കലക്ട്രേറ്റിൽ കടന്നു. പിന്മാറാൻ പ്രവർത്തകർ വിസമ്മതിച്ചതോടെ പോലീസ് ലാത്തി വീശി. പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള പോലീസിന്റെ ശ്രമം പാടെ പരാജയപ്പെട്ടു. പ്രവർത്തകർ പോലീസ് ബസ്സിന് മുകളിൽ കയറിയും മുദ്രാവാക്യം വിളിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത്. പോലീസ് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ വിനോദ് ചെറാട്, രതീഷ് പുതുശ്ശേരി എന്നിവരും വനിതാ പ്രവർത്തകരുൾപ്പെടെയുള്ളവരും മതിൽ ചാടി കളക്ട്രേറ്റിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ഏറെ പണിപ്പെട്ടാണ് കളക്ട്രേറ്റിൽ കയറിയവരെ പോലീസ് പുറത്തെത്തിച്ചത്. ഇതിനിടയിൽ കൗൺസിലർ മൻസൂർ പോലീസ് ബസ്സിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ഏറെ നേരം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പ്രവർത്തകർ പിന്മാറാതായതോടെ പോലീസ് ലാത്തി വീശി. ലാത്തിയടിയിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പ്രവർത്തകർ തന്നെ ആശുപത്രിയിലെത്തിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പകരം വാഴയാണെങ്കിൽ കേരളത്തിൽ ഇതിനേക്കാൾ ഗുണമുണ്ടാകുമായിരുന്നെന്ന് നേരത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സോയ ജോസഫ് പറഞ്ഞു. ഇവിടെ കെട്ടിടങ്ങളില്ല, ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ യാതൊരു സൗകര്യങ്ങളുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് ഇവിടെ കോൺഗ്രസ്സുകാരല്ല, യൂത്ത് കോൺഗ്രസ്സുകാരല്ല പറഞ്ഞു വെക്കുന്നത്. ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള മിടുക്കനായിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞു വെക്കുക. ഇവിടെ യാതൊരു സംവിധാനവും ഇല്ല എന്ന് പറഞ്ഞു വെക്കുമ്പോ ആദ്യയാളുടെ മെക്കിട്ട് കയറാൻ ശ്രമിച്ചു. പിന്നെ മനസ്സിലായി ഇത് പൊതു ആരോഗ്യത്തെ പറ്റിയാ പറയുന്നത്. ജനങ്ങൾ പിരിയെന്ന് പറഞ്ഞപ്പോ എന്താണ് പറയുന്നത്? ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാ. ആരാ ഈ സിസ്റ്റം കൊണ്ടുപോകുന്നത്? ഈ സിസ്റ്റം കൊണ്ടുപോകുന്ന നിങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞു വെക്കാതിരിക്കാൻ നിവർത്തിയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. പ്രതീഷ് മാധവൻ, ജിതേഷ് നാരായണൻ, അരുൺകുമാർ പാലക്കുറിശി, വിനോദ് ചെറാട്, അജാസ് കുഴൽമന്ദം, രതീഷ് പുതുശ്ശേരി, ശ്യാം ദേവദാസ്, PT അജ്മൽ, സതീഷ് തിരുവാലത്തൂർ, ഗൗജ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോലീസിന് സുരക്ഷാ വീഴ്ച. പാലക്കാട് കലക്ട്രേറ്റിൽ കയറി യുവമോർച്ച പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ സമരത്തിലാണ് പോലീസ് കബളിപ്പിക്കപ്പെട്ടത്. മന്ത്രി വീണ ജോർജിനെതിരെ യുവമോർച്ച പ്രതിഷേധമുണ്ടെന്നറിഞ്ഞ പോലീസ് കലക്ട്രേറ്റിന് മുന്നിൽ സുരക്ഷാ സംവിധാനമൊരുക്കി കാത്തുനിന്നു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർ കളക്ട്രേറ്റിന് മുന്നിലെത്തിയിരുന്നു. ഈ സമയത്താണ് യുവമോർച്ച പ്രവർത്തകർ കളക്ട്രേറ്റിനകത്ത് മുദ്രാവാക്യം വിളിച്ചത്. പോലീസിനെ കബളിപ്പിച്ച് കളക്ട്രേറ്റിന്റെ പിൻഭാഗത്തുകൂടിയാണ് യുവമോർച്ച പ്രവർത്തകർ അകത്ത് പ്രവേശിച്ചത്. പ്രവർത്തകരുടെ നീക്കം പോലീസിന്റെ രഹസ്യ സംവിധാനങ്ങളും തിരിച്ചറിഞ്ഞില്ല. കളക്ട്രേറ്റിനകത്ത് ഏറെ നേരം മുദ്രാവാക്യം വിളിച്ച യുവമോർച്ച പ്രവർത്തകരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് പിടിച്ചുമാറ്റിയത്.
ജയ് ജയ് യുവമോർച്ച ജയ് ജയ് ഭാരത് ജയ് ജയ് ജഗന്നാഥ ജയ് ജയ് അയ്യോ ഇത് നാണക്കേട് അയ്യോ ഇത് നാണക്കേട് അയ്യോ ഇത് നാണക്കേട് അയ്യോ ഇത് നാണക്കേട് കേരളനാടിന്റെ ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിനിടെ കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവില്ലാമല നടുവത്തപ്പാറ ദേവകൃപയിൽ 50 വയസ്സുള്ള ജയേഷാണ് മരിച്ചത്. തിരുവില്ലാമല ഒറ്റപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടറാണ് ജയേഷ്. പാലക്കാട് പട്ടാമ്പി റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുമായാണ് തർക്കമുണ്ടായത്. ഉച്ചയോടെയാണ് സംഭവം. കുഴഞ്ഞു വീണ ജയേഷിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നന്ദിക്കരയിൽ ദേശീയപാത മുറിച്ചു കിടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച +2 വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് ചിരികണ്ടത്ത് മോഹനൻ്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത്. രാവിലെ 7:30-ക്കായിരുന്നു അപകടം. ബസ് ഇറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെൻ്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കിടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ള് കൊണ്ടുപോയിരുന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പിൻ്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ തെറിച്ചു വീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നന്ദിക്കര ഗവൺമെൻറ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിയാണ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്വകാര്യ സ്കൂൾ ബസ്സിലിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മണ്ടൂർ വടക്കേക്കര തോട്ടത്തിൽ പരേതനായ കുഞ്ചുവിൻ്റെ മകൻ 43 വയസ്സുള്ള അനിലാണ് മരിച്ചത്. പഴയലക്കിടി പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന പാലപ്പുറം സ്വദേശി ഫെബിൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പെയിന്റർ തൊഴിലാളിയാണ് അനിൽ. അമ്മ കുഞ്ഞലക്ഷ്മി, ഭാര്യ അനിത, മക്കൾ അഭിജിത്ത്, അനീഷ. സംസ്ഥാന സർക്കാരിൻ്റെ നിഷേധ നിലപാടിനെതിരെ ജൂലൈ 8-ന് സ്വകാര്യ ബസ്സുകൾ ഏകദിന പണിമുടക്ക് നടത്തും. സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ജൂലൈ 22-ന് അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത സമര സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കണം. സ്വകാര്യ ബസ് വ്യവസായത്തെ കോർപ്പറേറ്റ്വൽക്കരിക്കാനുള്ള നീക്കമാണ് ഗതാഗത വകുപ്പും സർക്കാരും നടത്തുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. 37,000-ഓളം സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് 12,000-ൽ താഴെ ബസ്സുകൾ മാത്രമാണ്. 14 വർഷം മുമ്പാണ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ചത്. കാലോചിതമായി വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന പഠന കമ്മീഷൻ റിപ്പോർട്ടുകൾക്കുമേൽ സർക്കാർ കാലങ്ങളായി അടയിരിക്കുകയാണ്. പ്രതിദിനം നികുതി വരുമാനത്തിൽ നിന്ന് 3.5 കോടി നൽകിയാണ് സർക്കാർ KSRTCയെ നിലനിർത്തുന്നത്. നികുതി ഇനത്തിൽ 10% സർക്കാർ കുറച്ചതോടെ പ്രതിദിനം 33 രൂപയുടെ കുറവ് മാത്രമാണ് വരുന്നത്. സാമൂഹിക പെൻഷൻ നൽകാനായി 1 ലിറ്റർ ഡീസലിന് ₹1.60 ഈടാക്കുന്ന സർക്കാർ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത കാടൻ നിയമങ്ങളാണ് കേരള സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പോലും അംഗീകരിക്കുന്നില്ല. ബസ് ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന GPS, സ്പീഡ് ഗവർണർ, സെൻസർ ക്യാമറ എന്നിവയെല്ലാം അശാസ്ത്രീയമാണ്. ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന നിയമം അങ്ങേയറ്റം വിവരമില്ലായ്മയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണം. സമരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതാണെന്നും സമരസമിതി നേതാക്കളായ T. ഗോപിനാഥ്, ഗോകുലം ഗോകുൽദാസ് എന്നിവർ പറഞ്ഞു. കാരണം ഞങ്ങളുടെ യാത്രക്കാരെന്ന് പറയുന്നത് സിംഹഭാഗവും വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ ഒരു ചാർജ് വർധനവ് വരുത്താതെ ഈ വ്യവസായം മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെന്റ് തന്നെ നിഷ്കർഷിച്ച കമ്മീഷൻ പറഞ്ഞു. എന്നിട്ടും 12 കൊല്ലമായിട്ട് യാതൊരു മാറ്റവും ഇതിൽ വരുന്നില്ല. നമുക്കറിയാമല്ലോ, 2014-ലാണ് വിദ്യാർത്ഥികളുടെ ചാർജിൽ വർധനവ് വരുത്തിയത്. അന്ന് 50 പൈസ വാല്യൂ ഇല്ല, അതുകൊണ്ട് 1 രൂപയാക്കി മാറ്റി. ആ 1 രൂപയാക്കി മാറ്റുന്ന സമയത്തുള്ള യഥാർത്ഥ വശം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ചാർജിന്റെ ഫുൾ ചാർജിന്റെ 25% കൺസെഷനും 20% ചാർജും 70% കൺസെഷനും. അങ്ങനെയാണെങ്കിൽ 10 രൂപ ചാർജിന്റെ 25% എന്ന് വെച്ചാൽ എത്ര തരണം? 2 രൂപ തരണം. പക്ഷേ ഒരു കാലത്തും വിദ്യാർത്ഥികളുടെ ചാർജിൽ മാറ്റൂല. അപ്പൊ എന്താ സ്ഥിതി? തന്നുകൊണ്ട് തരികയാണ്. പക്ഷെ നിയമം എന്താ? 20% കൺസെഷനാണ്, ബാക്കി 70% കൺസെഷൻ, 20% ചാർജ് തരണം. അത് തരില്ലേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പോയി ബന്ധപ്പെടുന്ന സമയത്ത് ഒരു വിധത്തിലും ഒരു അനുകമ്പയും കാണിക്കാതെ ഇതെങ്ങനെയും പൊയ്ക്കോട്ടെ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയാണ്. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നയം ഈ മേഖലയെ നശിപ്പിക്കണം. സമരസമിതി ഭാരവാഹികളായ AS ബേബി, K. സത്യൻ, സുധാകരൻ, ബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തോരാമഴ. കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡ് ചളിക്കുളമായി.
ദുരിതം പേറി പോലീസുകാരും മറ്റ് യാത്രക്കാരും. ജൽജീവൻ മിഷൻ പൈപ്പുകളിടാൻ വെട്ടിപ്പൊളിച്ചതാണ് റോഡ് ചളിക്കുളമാകാൻ കാരണം. പോലീസ് സ്റ്റേഷനിൽ എത്തണമെങ്കിൽ ചളിക്കുളം നീന്തിക്കിടന്നേ മതിയാകൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സദാ ജാഗ്രതയോടെ ഓടി നടക്കുന്ന പോലീസുകാർ സ്റ്റേഷനിലേക്കുള്ള വഴിക്ക് ആരോട് പരാതി പറയുമെന്ന ആശങ്കയിലാണ്. രാജ്യസുരക്ഷ പോലും കണക്കിലെടുക്കാതെയാണ് നവ ആശയവിനിമയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നത് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. പാലക്കാട് മൊബൈൽ ടവർ ജീവനക്കാരുടെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു M. ഹംസ. വിലനിർണ്ണയാധികാരം കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന കേന്ദ്ര നയം സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിക്കുമെന്ന് M. ഹംസ ചൂണ്ടിക്കാട്ടി. പൊതുമേഖലാ സ്ഥാപനമായ BSNLനെ നവീകരിക്കാത്തത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. തൊഴിലാളിക്ക് സാമ്പത്തിക ആരോഗ്യ സംരക്ഷണം നൽകാത്തതാണ് ലേബർ കോഡെന്നും M. ഹംസ പറഞ്ഞു. തടസ്സമെന്ന് പറയുന്നത് പുതിയ സാമ്പത്തിക നയം നടപ്പാക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ തൊഴിലാളി വർഗം പറയുന്നത് എന്താണ്? 35 കൊല്ലത്തെ അനുഭവം നോക്കുക. ആ സാമ്പത്തിക നയം നടപ്പാക്കിയതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തുക. ആ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തിയിട്ട് അതിലെ ഗുണങ്ങൾ മനസ്സിലാക്കി ദോഷങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ഇന്ത്യൻ ഭരണാധികാരി വർഗം നടത്തുക. ഇതാണ് ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളി വർഗം പറയുന്നത്. 35 കൊല്ലമായില്ലേ പുതിയ സാമ്പത്തിക നയം നടപ്പാക്കുന്നത്? അതിൻ്റെ ഗുണമെന്താണ്? അതിൻ്റെ ദോഷമെന്താണ്? സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി പഠിക്കുക, സ്റ്റഡി നടത്തുക. ആ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലെത്തുക. ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. ജൂലൈ 9 നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കാൻ KSMPTEU പ്രതിഷേധ സംഗമം തീരുമാനിച്ചു. വേതന വർധനവ്, പെൻഷൻ വർധനവ് ഉൾപ്പെടെ 17 ആവശ്യങ്ങൾ സംഘടന ഉന്നയിച്ചു. പ്രസിഡന്റ് C. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ TK അച്യുതൻ, PG രാമദാസ്, KM രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സാമൂഹിക താൽപ്പര്യം മുൻനിർത്തി ദീർഘവീക്ഷണത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കിയ മുഖ്യമന്ത്രിയായിരുന്നു K. കരുണാകരനെന്ന് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. പാലക്കാട് DCC സംഘടിപ്പിച്ച K. കരുണാകരൻ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ലീഡർ എന്ന പദവി കരുണാകരൻ ഭീഷണിപ്പെടുത്തിയും ചോദിച്ചും വാങ്ങിയതല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും ഒരുപോലെ മികച്ച തന്ത്രജ്ഞനായിരുന്നു K. കരുണാകരൻ. കോൺഗ്രസിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവർ 9 MLA-മാരെ വെച്ച് ഭരണം അട്ടിമറിച്ച് തിരിച്ചുവന്ന കാലം ഓർമ്മിക്കണം. യുവാക്കളോടും വിദ്യാർത്ഥികളോടും പ്രത്യേക താൽപ്പര്യമുണ്ടായിരുന്ന K. കരുണാകരൻ്റെ നേതൃത്വ പാഠവും മാതൃകാപരമാണ്. വ്യക്തി താൽപ്പര്യത്തിനും ഗ്രൂപ്പ് താൽപ്പര്യത്തിനുമപ്പുറം കോൺഗ്രസ് എന്ന വികാരമാണ് K. കരുണാകരനെ നയിച്ചത്. പാർട്ടിയുമായി അകന്നപ്പോഴായിരുന്നു അദ്ദേഹം ഏറെ വേദനിച്ചതെന്നും രമേശ് ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. അവിടെ നിന്ന് 118 MLA-മാരുള്ള കോൺഗ്രസ് പാർട്ടിയും UDF-നെയും വളർത്തിക്കൊണ്ടുവന്ന ദേശീയ തലത്തിൽ തന്നെ ജനങ്ങൾ നേതാക്കന്മാരും ഇഷ്ടപ്പെട്ടിരുന്ന നേതാവായിരുന്നു C. K. കരുണാകരൻ. കേരളത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഏറ്റവും ശക്തമായി നിലനിർത്തിയ അദ്ദേഹമാണ്. ഒരു കാലത്ത് കൊങ്ങാട് പോലുള്ള സ്ഥലങ്ങളിലെ നക്സൽ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വലിയ ഭീതി ഉണർത്തിയ ഒരു കാലമുണ്ടായി. അതിനെല്ലാം അടിച്ചമർത്തി ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തിയ കരുത്തനായ ഭരണാധികാരിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, മുൻ MP VS വിജയരാഘവൻ, സുമേഷ് അച്യുതൻ, PV രാജേഷ്, P. ബാലഗോപാൽ, KA തുളസി, V. രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ K. കരുണാകരൻ്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. എഴുത്തുകാരൻ PM ഷൺമുഖദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വർഗവഞ്ചകപുരാണം എന്ന പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തലും നടന്നു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വായനശാല പ്രസിഡന്റ് R. റിൻസി അധ്യക്ഷത വഹിച്ചു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K. പത്മാവതി, V. ഗിരിജ ടീച്ചർ, MK വേലായുധൻ, കവിതാ നാരായണൻ, സ്മിത ഭരതൻ, സുജി വിജയ്, PK ആതിര, A. സറീന, M. ഷമീർ, നൊപ്പീസ് എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ V. ചിത്ര നന്ദിയും പറഞ്ഞു. ഈ പുസ്തകം നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട്. പറ്റുമെങ്കിൽ അതിനെ വായിക്കുക മാത്രമല്ല അതിനെക്കുറിച്ചുള്ള വിശദമായ വിമർശനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായം എന്താണെന്ന് കൂടെ അറിയിച്ചാൽ എന്നെ പോലുള്ള എഴുത്തുകാർക്ക് വീണ്ടും വീണ്ടും എഴുതാനുള്ള പ്രചോദനം ഉണ്ടാവും. പിന്നെ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളാണ്. ഒരു എഴുത്തുകാരൻ സമൂഹത്തെ എങ്ങനെ കാണുന്നു, അതിന് എഴുത്തുകാരൻ്റെ ഒരു വീക്ഷണം, അതൊരു കഥാപാത്രമായി മാറുന്ന മുക്തനും എന്ന എഴുത്തുകാരനും. എല്ലാവർക്കും
ഇനി നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പിന്നെ എല്ലാത്തിനും നമുക്ക് എന്താ പറയുക, എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ ഭാര്യ തന്നെയാണ് എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നത്. രാജേഷ് മാഷ് വിളിച്ച് എൻ്റെ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കണം. അവരിങ്ങനെ പറഞ്ഞു. എല്ലാത്തിനും എനിക്കൊരു സപ്പോർട്ട് എൻ്റെ ഭാര്യയാണ്. എൻ്റെ കടൻ്റെ പേര് തന്നെ നിങ്ങൾ ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു പേര് നുപ്പീസ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ ബഷീർ അനുസ്മരണം നടത്തി. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ സർഗം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ബഷീറിന്റെ പുസ്തക പ്രകാശനവും ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അപ്പൊ അങ്ങനെയുള്ള കഥ അല്ലെ, ഞാനതിന്റെ കഥ എന്ന് പറയുന്നില്ല. ഇപ്പൊ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവൽ അല്ലെങ്കിൽ ബഷീർ പറയുന്ന കഥ എന്ന് പറയുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ ആരെങ്കിലും അറിയാം? ബഷീറിന്റെ അനുജന്മാര്, ബഷീറിന്റെ സഹോദരിമാര്, ബഷീറിന്റെ ഉപ്പ, ഇതിലെ അങ്ങനെ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നാണ് അദ്ദേഹം ഒരു കഥ നേടിയെടുത്തത്. അപ്പൊ അതോടെ അദ്ദേഹം പറഞ്ഞു, ഇത് കഥയല്ല, ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കഥയാണ് എന്ന് അദ്ദേഹം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ബഷീറിന്റെ വീടിനെ പറ്റിയിട്ടായി പറയുന്നത്. പാത്തുമ്മയുടെ എന്താണ് എന്റെ വീട്ടില് എന്താ പറയാ, ഉമ്മ വളർത്തുന്ന ഒരുപാട് കോഴികൾ, ഇല്ലേ, ആ കോഴികൾക്കിടയിൽ അഭയാർത്ഥികളായിരുന്ന പൂച്ചകൾ, പിന്നെ തട്ടുംപുറത്ത് സദാ പാഞ്ഞുകൊണ്ടിരിക്കുന്ന എലി, പെരിച്ചാഴി, അങ്ങനെ പെരിച്ചാഴി. അപ്പൊ അങ്ങനെ ആ പെരിച്ചാഴി, അങ്ങനെയൊക്കെയുള്ള കുറെ ജീവികൾ ഇങ്ങനെ ഓടി നടക്കുന്ന ആ ജീവികൾക്ക് ഹെഡ് മാസ്റ്റർ ശാന്തിലാൽ അധ്യക്ഷത വഹിച്ചു. അധ്യാപികമാരായ PP ചന്ദ്രിക, P സിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് തകർത്ത് കലക്ട്രേറ്റിൽ കയറിയ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി മുദ്രാവാക്യം മുഴക്കി. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്ക്. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പകരം വാഴയാണെങ്കിൽ കേരളത്തിൽ ഇതിലും ഗുണകരമായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സോയ ജോസഫ്. പോലീസിന്റെ സുരക്ഷാ വീഴ്ചയിൽ പാലക്കാട് കലക്ട്രേറ്റിനകത്ത് കയറി യുവമോർച്ച പ്രതിഷേധം. സമരക്കാർ കലക്ട്രേറ്റിൽ കയറിയ വിവരം പോലീസ് അറിഞ്ഞത് മുദ്രാവാക്യം വിളികൾ ഉയർന്നപ്പോൾ. ഒറ്റപ്പാലം പാലപ്പുറത്ത് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിനിടെ കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് തിരുവില്ലാമല ഒറ്റപ്പാലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ തിരുവില്ലാമല നടുവത്തപ്പാറ സ്വദേശി ജയേഷ്. നന്ദിക്കരയിൽ ദേശീയപാത മുറിച്ചു കിടക്കുന്നതിനിടെ പിക്കപ്പ് വാൻ ഇടിച്ച് +2 വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. പാഴിയലക്കിടിയിൽ സ്വകാര്യ സ്കൂൾ ബസ് ഇടിച്ച് പെയിന്റിംഗ് തൊഴിലാളിയായ ബൈക്ക് യാത്രികൻ മരിച്ചു. ജൂലൈ 8 സ്വകാര്യ ബസ് പണിമുടക്ക്. സംസ്ഥാന സർക്കാർ നിഷേധാത്മക നിലപാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് സംയുക്ത സമരസമിതി. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ടു പോകാനാകില്ലെന്നും സമരസമിതി ഭാരവാഹികൾ. രാജ്യസുരക്ഷാ പോലും കണക്കിലെടുക്കാതെയാണ് നവ ആശയവിനിമയ സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതുന്നതെന്ന് CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ. പാലക്കാട് മൊബൈൽ ടവർ ജീവനക്കാരുടെ പ്രതിഷേധ സംഗമം. BSNL നവീകരണം അട്ടിമറിക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയെന്നും M. ഹംസ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.